ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഇത് ചോളമാണ്, സ്വീറ്റ് ചോളമാണ്. ഇതുകൊണ്ടൊരു വെറൈറ്റി ഫുഡാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഇതുകൊണ്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ പേര് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് രണ്ടും പൊളിച്ചെടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ നല്ല ഒരെണ്ണത്തിന് 50 രൂപയാണ്. ഞാനിത് രണ്ടെണ്ണമാണ്, 100 രൂപയ്ക്ക് രണ്ടെണ്ണം വാങ്ങിയതാണ്. ഓക്കെ, നമുക്കിത് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ രണ്ടെണ്ണം നമ്മളത് കഴുകിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കട്ട് ചെയ്യുവാണേ. അപ്പം നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ചു. ഇതിനെ നമ്മളിനി നന്നായിട്ട് ഇങ്ങനെ ചീകി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചീകി അരിഞ്ഞാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് ചീകി അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീകി, നമുക്ക് കട്ടർ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ. നമുക്കറിയാം ചോളത്തിന് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ല ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ്, ഒരു ധാന്യമാണ് ചോളം എന്ന് പറയുന്നത്. ചോളം നമുക്ക് ഡെയിലി കഴിക്കാമെങ്കിൽ അത്രയ്ക്ക് ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളിത് രണ്ടും നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം, കാരണം പല അളവിലുള്ളതല്ലേ. ഇത് നമ്മളിനി വെന്തെടുക്കണം. ഇനി വെള്ളത്തിലിട്ട് വെന്ത് ഒരു ശകല ഉപ്പുപൊടി കൊണ്ടിട്ട് നമുക്കിതിനെ വെന്ത് എടുക്കണം. എന്നിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, അപ്പം നമുക്കിതിനെ അടുപ്പയിലോട്ടിട്ട് വെന്തെടുക്കാം. അതിനായിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം എടുക്കാം. നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് വെന്തെടുക്കണം. വെള്ളം തിളച്ചു, നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ ഇത് അല്ലാണ്ട് ഇത് ശരിയാക്കുന്ന സമയത്ത് നമുക്കിത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അന്നേരം നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് ഒന്ന് വാരി ഇട്ട് കൊടുക്കാം. ഓക്കെ, കുടഞ്ഞിട്ട് കൊടുക്കാൻ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് നമ്മളിത് വാരിയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വേവാകുമ്പോൾ ഇത് കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് വേണം അടുത്ത പ്രോസസ്സ് നടക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം കോരിയിടുകയാണ്. എല്ലാവരും ചോളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. പല രീതിക്ക് ചോളം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കും. ഇപ്പം ഞാനിത് പുഴുങ്ങി സാധാരണ കഴിക്കും, ഇതുപോലെ ഉണ്ടാക്കും. പിന്നെ വേറെ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഇത് നല്ലതാണ്, ടേസ്റ്റ് ഇല്ലാഴിയൊന്നുമല്ല, സൂപ്പറാണ്. ഇത് നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പം നല്ല ഒരു എന്താ പറയുക, ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഒരുപാട് ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളടങ്ങിയ ഒന്നാണ് ഈ ചോളം എന്ന് പറയുന്നത്. നമ്മളിത് ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഒന്ന് ഇളക്കി. ഇനി ഇത് തിളയ്ക്കട്ടെ. തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ഇത് കോരിയിട്ട് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല രീതിക്ക് തിളച്ചു വെന്തിട്ടുണ്ടാവും. നോക്കണം, ഇതിനിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പം അത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ കോരണം, കോരി വയ്ക്കാം.
ഇത് കോരുന്ന ടൈം നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് നമുക്ക് നെയ്യ് ഒഴിക്കാം. പാൻ അടുപ്പിലോട്ട് വെച്ചു. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഞാൻ ബട്ടർ നമുക്ക് തീർന്നു പോയി, അപ്പം ഞാൻ നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നെയ്യ് ഒരു 1/2 സ്പൂൺ, നല്ല വലിയ സ്പൂണാണിത് കേട്ടോ. അപ്പോൾ അതിന് ഇത്രയും ഉണ്ട് കണ്ടോ, നല്ലൊരു കഷ്ണം നെയ്യുണ്ട്. നമ്മൾ ബട്ടർ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഏറെ ഇടാമേ. നെയ്ക്ക് അത്രത്തോളം പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് ഉപയോഗിക്കാറില്ല, നെയ്യൊക്കെ കുറച്ച്. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് ശകലം കൂടി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ അത് ഇടുന്ന ടൈമിൽ മതി, ഇപ്പോൾ വേണ്ട. അപ്പം നമ്മളിത് കോരുവാണ്. ഇപ്പം ഇങ്ങനെ കോരി വെള്ളമൊന്ന് ഈ പരുവത്തിൽ നമ്മളിങ്ങനെ കോരി വെള്ളം ഒന്ന് തോരുമ്പോൾ ഇങ്ങനെ തോർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് കോരി ഇടുക. അപ്പോൾ മൊത്തം കോരി ഇട്ടു കണ്ട. എന്നിട്ട് നമ്മളതിനെ നിർത്തുന്നത്. ഇപ്പോൾ ഇതിന് ഉപ്പ് കുറവായിരിക്കും, നമ്മൾ വെള്ളത്തിലല്ലേ ഉപ്പിട്ടത്. നമ്മൾ ശകലം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് ഉപ്പ് ശകലം കൂടി ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നെയ്യുടെ അളവ് തീരെ കുറവാണ്. നമ്മളപ്പോൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടി, നല്ല 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുവാണേ. നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്യുവാണേ. നല്ല തീ വേണം. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തോന്നു വരും. ആ സമയത്ത് നമുക്കതിനെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് 1 സ്പൂണൊക്കെ എടുത്തിട്ട് കോരി കോരി കഴിക്കുക. അതോടൊപ്പം പാൽ കാപ്പിയും കൂടി വേണം. നല്ലതാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. ഇതിനോടൊപ്പം പാൽ കാപ്പി കൂടെ ചേർത്ത് നമ്മളിത് കഴിക്കുക. ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴും നെയ്യുടെ ഒരു അളവ് കുറവ് തോന്നിക്കുന്നുണ്ട് എനിക്ക്. മറ്റേ നമ്മൾ ബട്ടർ ഇടുമ്പം ഏറെ നമുക്കിടാൻ പറ്റും. ഇത് നെയ്യ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചതാണ്. ഞാൻ ബട്ടർ ഇട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതുവരെ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പം ഇന്ന് ബട്ടർ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. നമ്മൾ കുരുമുളക് പൊടി 1 സ്പൂണേ ചേർത്തുള്ളായിരുന്നു. നമുക്ക് 1 സ്പൂണും കൂടി ചേർക്കണം. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും ആ മണവും ഒക്കെ വരുന്നതെങ്കിൽ കുരുമുളക് പൊടി, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്രത്തോളം കുരുമുളക് പൊടി വേണം എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എനിക്ക് കുരുമുളക് പൊടി ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തിനും കുരുമുളക് നന്നായിട്ട് ചേർക്കും. പിന്നെ ചൂടാണ് കുരുമുളക്. നമുക്ക് എന്താ പറയുക, ചുമയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ജലദോഷമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയും കുറച്ചുകൂടെ ബെറ്ററല്ലേ കുരുമുളക്. അപ്പോൾ ഇത് ഞാൻ ശകലം കൂടി നെയ്യ് ചേർത്തായിരുന്നു. ഇപ്പം അറിയാനുണ്ട്, നന്നായിട്ട് അറിയാനുണ്ട്, തോന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ, ശകലം കൂടി കഴിയുമ്പോൾ നമുക്കിതിനെ തീ നിർത്താം. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് തോന്നും. ഇപ്പം നല്ലൊരു കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ തോന്നും. ഇനി ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെച്ചിരുന്നായിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കാം. ആഹാ, എന്തോ ഒരു മണമെന്നറിയോ. നെയ്യൊക്കെ കുരുമുളകും ഒക്കെ ഇട്ടപ്പോൾ ഭയങ്കരമായ ഒരു മണം എടുക്കുന്നുണ്ട്. സൂപ്പർ സൂപ്പർ, കണ്ട, സൂപ്പർ. ഇപ്പം നന്നായി എല്ലാം പാകമായി. മണം അടിച്ചിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. ആഹാ,
അപ്പം നമുക്ക് ഇത് റെഡിയായി. ഇനിയിപ്പം നമുക്ക് തീ നിർത്താം. നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്താം. അടുത്ത കാപ്പി റെഡി ആവുകയാണ്. കാപ്പിയും കൂടെ കൂട്ടി നമുക്ക് ഇതിനെ കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇനി തീ നിർത്തി അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചു, തീ നിർത്തി. ഓക്കെ, തീ നിർത്തി. ഇവിടെ കാപ്പി ഓക്കെ ആയി. സാദാ പൊടിക്കാപ്പിയാണ് കേട്ടോ, പാലൊഴിച്ച് സാദാ പൊടിക്കാപ്പിയാണ്. അത് റെഡിയായി. ഇതാണ് എൻ്റെ കപ്പ്, ചായക്കപ്പ് കേട്ടോ. വലിയൊരു കപ്പാണ്. ഞാനിതിലാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ആഹാ, കാപ്പി കണ്ടിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതുകൂടെ കഴിക്കാൻ എടുക്കാം. അപ്പോൾ നമുക്കിതും എടുക്കാം. നോക്കിക്കേ, ആവി പറക്കുന്നേ. അപ്പോൾ ഇത് നമ്മൾ ഓക്കെ പ്ലേറ്റിലേക്ക് എന്താ മണമെന്നറിയോ? ഇത് പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പം കണ്ടില്ലേ, ഇനി നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ്? ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഒരു ഇരുണ്ട കളറേ, നല്ല മഞ്ഞ കളറാണ് ഇതിന്. ഇപ്പം നമ്മൾ ഈ വെട്ടമടിക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു കളർ ഇരുണ്ടായിട്ട് തോന്നുന്നത്. ഇത് നല്ല മഞ്ഞയാണ് കേട്ടോ, നല്ല മഞ്ഞ കളറാണ്. അപ്പോൾ കാപ്പി കണ്ടില്ലേ, കാപ്പിയൊക്കെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ എല്ലാവരും ഇത് കഴിക്കണം, നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. ഇതതിൻ്റെ നൂലൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. ഈ നമ്മൾ ചോളത്തിന് ഇതുണ്ടാവില്ലേ, അതാണ്. അതൊക്കെ എത്ര നമ്മൾ ഇതാക്കിയാലും അതൊക്കെ വരും. പിന്നെ അല്ല, അതുപോലെ അരിഞ്ഞിടുന്ന സമയത്തൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് ഒലത്തിയെന്ന് പറയാം വേണമെങ്കിൽ, അല്ലേ? അപ്പോൾ ഇത് ചോളം ഒലത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കുരുമുളക് ഇട്ട് ഒലത്തിയ, നെയ്യും ഒഴിച്ച് ഒലത്തിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വാവ്, സൂപ്പർ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.